വാർത്തയിലേക്ക് തിരികെ എത്താം. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. നീല നിറത്തിലുള്ള പ്ലക്കാർഡുകളുമായാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ എല്ലാ പാർട്ടികളും പങ്കുചേരുന്നിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഇന്ത്യ സഖ്യമാണ് അഭിലാഷ് പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അമിത്ഷായുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. രാജിവെക്കുകയും മാപ്പ് പറയുകയും ചെയ്യണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കിയത്, കഴിഞ്ഞ ദിവസം അമിത്ഷാ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ താൻ രാജിവെക്കാൻ തയ്യാറാണ്, പക്ഷെ മാപ്പ് പറയാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഈ പ്രസ്താവന തിരുത്താൻ തയ്യാറല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് ആക്ഷേപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ നിലപാടിൽ BJP ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം. ഏതായാലും ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് MP മാരുടെ യോഗം വിളിച്ചു. തുടർന്ന് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളതും MP മാണിക്കം ടാക്കൂറാണ്. ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്നാണ് മാണിക്കം ടാഗോർ ആവശ്യപ്പെടുന്നത്. അതേസമയം BJP ആകട്ടെ കോൺഗ്രസ്സാണ് അംബേദ്കറെ അധിക്ഷേപിക്കുന്നത് എന്ന് കാണിച്ച് പാർലമെന്റിന് പുറത്ത് BJPയും പ്രതിഷേധം നടത്തുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യമാകട്ടെ ശക്തമായ പ്രതിഷേധം അമിത്ഷായുടെ രാജി വരെ തുടരണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇന്നും ഈ പാർലമെന്റിന്റെ ഇരുസഭകളിലും ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ശൈത്യകാല സമ്മേളനം അവസാന മണിക്കൂറിലേക്ക് നീങ്ങുമ്പോൾ പാർലമെന്റിൽ ചൂടുപിടിച്ച പ്രതിഷേധത്തിന്റെ കാഴ്ചകൾ തന്നെയാണ് പുറത്തുവരുന്നത്. അഭിലാഷ്, യെസ്, പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിനുള്ള സാധ്യത. പ്രതിപക്ഷം അമിത്ഷായുടെ രാജിയടക്കം ആവശ്യപ്പെടും എന്നതിൽ തർക്കമില്ല. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ പാർട്ടികൾ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യെസ്, മനു ഭരത് വീണ്ടും തുടരുന്നുണ്ട്. മനു, കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് വ്യക്തമായിരുന്നു. കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് രാജിയാണ്. പക്ഷേ അമിത്ഷായ്ക്ക് പിന്തുണയുമായി പ്രധാനമന്ത്രി അടക്കം എത്തുന്നു. മറുപടിയിൽ ഉടനീളം കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു. അവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ അംബേദ്കറെ അപമാനിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്താണ് ഭരണഘടനയെന്ന് പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എന്ന് വിമർശിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനെ തന്നെ കടന്നാക്രമിക്കുകയാണല്ലോ BJPയും ചെയ്യുന്നത്. ഇന്നും ഇതേ വിഷയത്തിൽ തന്നെ പാർലമെന്റ് പ്രക്ഷുബ്ധമാകും എന്ന് വേണമോ നമുക്ക് കരുതാൻ? ഇന്ന് സ്വാഭാവികമായും അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിൽ മാണിക്കം ടാഗോർ നോട്ടീസ് നൽകുന്നു. രാജ്യസഭയിൽ ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യണം എന്ന ആവശ്യം AAP MP സഞ്ജയ് സിംഗ് ആണ് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് രാജ്യസഭ ഈ വിഷയം കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ ബഹളത്തിന് തന്നെയാണ് ഇത് വഴിവെക്കുക എന്ന് വ്യക്തമാകുന്നു. ഇന്ത്യ ബ്ലോക്ക് MP മാർ അംബേദ്കർ സ്റ്റാച്യുവിന് മുന്നിൽ അവിടെ തടിച്ചുകൂടിയതിന് ശേഷമാണ് മഗർദ്വാറിലേക്ക് അവരുടെ മാർച്ച് നടത്തിയത്. അമിത്ഷാ മാപ്പ് പറയണം, രാജിവെക്കണം, മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന ആവശ്യം ശക്തമായി തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖർഗെ തൻ്റെ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. പ്രധാനമന്ത്രിയും ഈ അമിത്ഷായെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഖർഗെ ആക്ഷേപിച്ചു. പ്രതിപക്ഷം ഇന്നും കനത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പ്രകടമാകുന്നു. പാർലമെന്റിനകത്തും ഇതേ വിഷയം